ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ ഓഫീസാണ്. കമ്പനിക്ക് ഇതിനോടകം തന്നെ വലിയൊരു തുക കടബാധ്യതയായിട്ടുണ്ടെന്ന് വിശാൽ പറയുകയാണ്. ഇനി തമ്മിൽ പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല. കമ്പനി രക്ഷിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ അതാ ചെയ്യേണ്ടതെന്ന് വിശാൽ പറയുമ്പോൾ ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പറയാൻ ശ്രീദേവി പറയുന്നു. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, ഞാനൊരു സജഷൻ പറയാം, നടപടിയാകുമെങ്കിൽ നമുക്ക് അതാലോചിക്കാം. കമ്പനി നമുക്ക് വിൽക്കാം. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ പ്രഭാവതിയെ നോക്കുകയാണ്. തുടർന്ന് വിശാൽ പറയുകയാണ്, എനിക്ക് ഈ അഭിപ്രായത്തോട് യോജിക്കാൻ സാധിക്കില്ല. വർഷങ്ങൾ പാരമ്പര്യമുള്ള കമ്പനി വിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടപടിയാകുന്ന കാര്യമല്ല. അങ്ങനെ വിൽക്കാൻ എനിക്കൊട്ട് താല്പര്യവുമില്ല. എൻ്റെ പക്കൽ വേറെ ഒരു പ്ലാൻ ഉണ്ട്, ഞാനത് പ്രസന്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വിശാൽ തൻ്റെ പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുകയാണ്. അതേസമയം രാത്രി വിശാലിൻ്റെ പെൻഡ്രൈവ് തൻ്റെ കയ്യിലുള്ള പെൻഡ്രൈവുമായിട്ട് മാറ്റിയ കാര്യം ജാസ്മിൻ ഓർക്കുകയാണ്. കമ്പനിയെ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഇതാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വിശാൽ തൻ്റെ ലാപ്ടോപ്പിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അത് സി കേരളത്തിലെ ഒരു പരമ്പരയുടെ പരസ്യമായിരുന്നു. ഇത് കണ്ടിട്ട് അവിടെയുള്ളവരെല്ലാവരും വിശാലിനെ നോക്കി ചിരിക്കുകയാണ്. തുടർന്ന് സ്വീറ്റി ചോദിക്കുകയാണ്, സീരിയൽ കാണുന്നതാണോ കമ്പനിയെ കടത്തിൽ നിന്നും രക്ഷിക്കാനുള്ള മാർഗം? സ്വീറ്റി, വേണ്ട, പെൻഡ്രൈവ് മാറിപ്പോയതാ. എനിക്ക് ഒരു ദിവസം കൂടി സമയം തരണം. നാളെ ഞാൻ എന്താണെങ്കിലും പ്രസന്റേഷനുമായിട്ട് വരാമെന്ന് വിശാൽ പറയുമ്പോൾ ശ്രീദേവി അത് സമ്മതിക്കുകയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന സ്വീറ്റി പറയുകയാണ്, അതൊന്നും പറ്റില്ല. നാളെ പ്രസന്റേഷൻ അവതരിപ്പിക്കാനാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ മീറ്റിംഗ് വെച്ചത് എന്തിനാ? നമുക്ക് ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കണമെന്ന് സ്വീറ്റി പറയുമ്പോൾ അത് ശരിയാണെന്ന് ശ്രീദേവിയും പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് പാറു വരികയാണ്. അയ്യോ, ആളുകൾ കൂടുതലുണ്ടല്ലോ, ഇവർക്കെല്ലാവർക്കും ഈ ഭക്ഷണം തികയുമോ എന്നൊക്കെ പാറു മനസ്സിൽ പറയുകയാണ്. തുടർന്ന് ശ്രീദേവി പറയുകയാണ്, എന്നാലും വിശാലേട്ടൻ ആ പെൻഡ്രൈവ് മറക്കരുതായിരുന്നു. വിശാലേട്ടൻ മനസ്സിലുള്ള കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. ആ പ്ലാൻ കൊണ്ട് കമ്പനിക്ക് ലാഭമുണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാലോ. തുടർന്ന് സ്വീറ്റി പറയുകയാണ്, എങ്കിലേ ഞാൻ എൻ്റെ ഒരു പ്ലാൻ അവതരിപ്പിക്കാം. തുടർന്ന് സ്വീറ്റി ആ പ്രസന്റേഷൻ എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വിശാൽ മനസ്സിൽ പറയുകയാണ്, ഇതെൻ്റെ പ്രസന്റേഷൻ ആണല്ലോ, ഇതെങ്ങനെ ഇവൾക്ക് കിട്ടിയത്? വിശാലേട്ടാ, ഇത് ഏകദേശം നല്ലൊരു പ്ലാനാണ്. നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാൻ ഇത് ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ശ്രീദേവി പറയുന്നു. അതേസമയം പാറു ക്യാബിൻ്റെ അകത്തേക്ക് വരികയാണ്. മണി 3 നിങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നില്ലേ? ഞാൻ ഭക്ഷണം വിളമ്പി തരാമെന്ന് പാറു പറയുമ്പോൾ സ്വീറ്റി ചോദിക്കുകയാണ്, ഈ വേലക്കാരിയൊക്കെ ആരാ ഇങ്ങോട്ടേക്ക് കയറ്റിവിട്ടത്? ഇത് കേൾക്കുന്ന ശ്രീദേവി പറയുകയാണ്, സ്വീറ്റി, നീ എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്നത്? ഇത് വിശാലേട്ടൻ്റെ ഭാര്യയാണ്. അയ്യോ സോറി, എനിക്കറിയില്ലായിരുന്നെന്ന് സ്വീറ്റി പറയുന്നു. പാർവതി, നീ ഡൈനിങ് ഏരിയയെ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് വിശാൽ പറയുമ്പോൾ പാറു പറയുകയാണ്, നിങ്ങളുടെ ചർച്ച കുറച്ചൊക്കെ ഞാൻ കേട്ടിരുന്നു. എന്ത് തീരുമാനമെടുത്താലും ആലോചിച്ചിട്ടേ എടുക്കാവൂ, എടുത്തു ചാടരുതെന്ന് പറഞ്ഞ് പാറു പോകാൻ ഒരുങ്ങുമ്പോൾ ശ്രീദേവി പാറുവിനെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. പാർവതി, നീ നിന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയാൻ ശ്രീദേവി പറയുമ്പോൾ ആദ്യം ആഹാരം കഴിക്കുമ്പോൾ ഞാൻ പറയാമെന്നും പാറു പറയുന്നു. അങ്ങനെ പാർവതി വിശാലിനും ശ്രീദേവിക്കും ആഹാരം വിളമ്പിക്കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തൻ്റെ ആശയം പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആഹാരം കഴിച്ച് എല്ലാവരും തിരിച്ച് ക്യാബിനിൽ എത്തുകയാണ്. ശ്രീദേവി പറയുകയാണ്, പാർവതി അവളുടെ ആശയം ഞങ്ങളോട് പറഞ്ഞു, വിശാലേട്ടൻ അതെല്ലാം നിങ്ങളോട് പറയുന്നതായിരിക്കും. പാർവതിയുടെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ കമ്പനിയുടെ മൊത്തം നഷ്ടവും ആ നഷ്ടം നമ്മുടെ കമ്പനിയുടെ ഓരോ ഫ്രാഞ്ചൈസികൾക്കുമായി വിഭജിച്ചു കൊടുക്കണം. അത് ഓരോ ബ്രാഞ്ചും 2 മാസത്തിനുള്ളിൽ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അവരുടെ പ്രവർത്തനങ്ങൾ. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. ആലോചിച്ചപ്പോൾ ആ ഐഡിയ നല്ലതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഓരോ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ തന്നെ എല്ലാ കടവും വീട്ടാനും സാധിക്കും. പിന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബ്രാഞ്ചിന് പ്രത്യേക പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നതായിരിക്കും. ഇത് കേൾക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും സന്തോഷമാവുകയാണ്. പാർവതി മേഡത്തിന്റെ ഐഡിയ എന്താണെങ്കിലും വിജയിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും കൈയടിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്ലാനോ എന്ന് സ്വീറ്റി ചോദിക്കുമ്പോൾ ശ്രീദേവി പറയുകയാണ്, സ്വീറ്റി, നിന്റെ പ്ലാൻ അനുസരിച്ച് കമ്പനി ലാഭത്തിലെത്താൻ 10 മാസം എടുക്കും. എന്നാൽ പാർവതിയുടെ പ്ലാൻ അനുസരിച്ചാണെങ്കിൽ 2 മാസം മതി. അപ്പോൾ അതല്ലേ നല്ലത്? തുടർന്ന് ശ്രീദേവി വിശാലിനോട് എത്രയും പെട്ടെന്ന് പാർവതിയുടെ പ്ലാൻ തയ്യാറാക്കാനും അതിൽ പാർവതിയുടെ സൈൻ വാങ്ങാനും പറയുകയാണ്. അതിനുശേഷം ശ്രീദേവി പാർവതിയെ ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സ്വീറ്റിയും ജാസ്മിനും പ്രഭാവതിയും. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ഇവളുടെ ഈ പദ്ധതി നമുക്ക് എങ്ങനെയെങ്കിലും തകർക്കണം. ജാസ്മിൻ, അങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന് സ്വീറ്റി പറയുമ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ്, നീ എന്താ നിന്റെ മനസ്സ് മാറ്റിയോ? ഞാൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ പാർവതിക്ക് എന്തൊക്കെയോ ശക്തികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗായത്രി മേഡത്തിന്റെ ആത്മാവ് അവളുടെ ഒപ്പം ഉണ്ടെന്നല്ലേ പറയുന്നത്? അതൊക്കെ വെറുതെയാണെന്ന് ജാസ്മിൻ പറയുമ്പോൾ സ്വീറ്റി പറയുകയാണ്, എന്നാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ സ്വീറ്റിയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.